together. ഇന്നത്തെ ഈ ആരാധനയിൽ വലിയവനായ ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. May the good Lord bless each one of us in this worship today. ഞങ്ങൾക്ക് ഈ സമയം നൽകിയ ദൈവത്തോട് നന്ദി പറയുന്നു. I would like to thank God for giving us this great privilege here. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്നതായ സഹോദരൻ ഗാന്ധി, I also would like to thank God for Brother Gandhi. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ രാജൻ റോബർട്ട്, I would like to thank Pastor Rajan Robert, Brother William, ബ്രദറിന്റെ പേര് പറഞ്ഞു, ബ്രദർ ഷെർവിൻ and Brother Sherwin. മറ്റെല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. I greet each one of you in the name of Jesus Christ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, മോശയെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ മോശയുടെ നാവോട് കൂടെ ഇരിക്കുവാൻ തൻ്റെ സഹോദരനായ അഹ്റോനെ ദൈവം നിയോഗിച്ചു. When you could read from the word of God that when Moses was in the ministry of the Lord, was in the service of the Lord, God had chosen Aaron as well to be his companion. ഈ പകൽ സമയം നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ നാവോടുകൂടി ഇരിക്കുവാൻ ദൈവം ഒരുക്കിയത് എൻ്റെ മകനായ സാധനയാണ്. And today God has ഗ്രഹമാണ് ഞങ്ങൾ അപ്പനും മകനും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത്. And I believe it is a great blessing and a privilege for a father and a son to minister for the Lord together. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, കർത്താവ് എനിക്കൊരു ഭാര്യയും 2 മക്കളെയും 2 മരുമക്കളെയും 3 കൊച്ചുമക്കളെയും തന്നിട്ടുണ്ട്. As I reminded yesterday, God had blessed me with a wife and 2 children and who are married, and we have got 3 grandchildren as well. എൻ്റെ മൂത്ത മകനും ഭാര്യയും കുഞ്ഞുങ്ങളും ഇപ്പോൾ ആസാമിൽ താമസിക്കുന്നു. My oldest son and his wife and his children, they are all together in Assam. കഴിഞ്ഞ 5 മാസമായി ഇവിടെ എൻ്റെ പ്രിയ മകൻ സാജനോടും ഭാര്യയോടും കുഞ്ഞിനോടും കൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. For the last 5 months we have been together with my wife and we have been staying at my younger son's place. ദൈവത്തിന് ഇഷ്ടമാകുന്നുവെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞാനും ഭാര്യയും ആസാമിൽ മൂത്ത മകൻ്റെയും കുടുംബത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരും. If it is the will of God, we would be traveling on this Sunday and we would be reaching back home in Assam on Monday. നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. And I request your prayer that God's will and guidance be with us. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ദൈവം ചില ശുശ്രൂഷകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. As I reminded you yesterday that God had given me some ministries. അരുണാചൽ പ്രദേശത്തെ ആദ്യത്തെ ഒരു പെന്തക്കോസ്റ്റൽ മിഷണറി ആയിട്ട് കടന്നു പോകുവാൻ ദൈവം എന്നെ നിയോഗിച്ചു. God directed me to be the first Pentecostal missionary to the state of Arunachal Pradesh. കഴിഞ്ഞ ഏകദേശം 30 വർഷമായി അരുണാചലിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ആസാമിൻ്റെയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. For over 30 years I have been ministering in Arunachal Pradesh as well as in Assam and in the northeast of India. 129 പ്രാദേശിക സഭകളും 136 പാസ്റ്റേഴ്സും കർത്താവിന്റെ കൃപയാൽ എൻ്റെ കൂടെയുണ്ട്. God has blessed me with 129 churches along with 136 pastors. 136 പാസ്റ്റേഴ്സിൽ 127 പാസ്റ്റേഴ്സിനെ ഞാൻ സ്നാനപ്പെടുത്തിയതും ഞാൻ ബൈബിൾ ട്രെയിനിങ് കൊടുത്തവരുമാണ്. Among this 136 pastor, God has given me the privilege to baptize 127 pastors and I've trained them from the word of God. ഏകദേശം 6000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നെ ഒരുക്കി. For our God has used me to baptize for over 6,000 of peoples. അതേ പാവപ്പെട്ട ചില കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായി ചെറിയ ഒരു സ്കൂൾ ആരംഭിച്ചു. And we started a school to educate some of the poor children. ഇന്ന് ഏകദേശം 250 കുഞ്ഞുങ്ങളോളം ഞങ്ങളുടെ സ്കൂൾ പഠിക്കുന്നു. 10ാം ക്ലാസ് വരെ സ്കൂളാണ്. And now we have over 250 children in our school and the school is still the matriculation or we call as GCSE. ഏകദേശം 37 കുഞ്ഞുങ്ങളുള്ള ഒരു ചെറിയ ഒരു children's home കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. And God has also blessed us with a small children's home with around 37 children in it. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. I want all of you to pray for us. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ആലോചനയ്ക്ക് ഒത്തവണ്ണം ഞങ്ങളെ സഹായിക്കണം. As per God's direction and guidance, may you extend your hand and support us. ദൈവത്തിന് ഇഷ്ടമാകുന്നുവെങ്കിൽ ഈ മാസം 28, 29, 30 തീയതികൾ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് കോൺഫറൻസ് ആണ്. If it is the will of God, in this month we have a pastors conference from 27th to 29th of August.
കർത്താവിന് ഇഷ്ടമെങ്കിൽ ഒക്ടോബർ 22 മുതൽ 25 വരെയുള്ള 4 ദിവസങ്ങൾ ഞങ്ങളുടെ അവിടെയുള്ള ഞങ്ങൾ ചർച്ചുകളുടെ വാർഷിക കൺവെൻഷനാണ്. And in the month of October from 22nd we have our church convention. അതേ, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും. I want all of you to remember us in your prayer. നിങ്ങളെ ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. May God bless each one of you here. നാം കടന്നു വന്നതുപോലെ എല്ലാ പുതിയ ഒരു അനുഭവത്തോട് നമ്മൾ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. May God bless you and enable you to go back with a great blessing and fill you accordingly. ഇവിടെ നിങ്ങൾ പലരും പ്രാർത്ഥിച്ചപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. When many of you, when you prayed here, you quoted from Isaiah chapter 6. യെശയ്യാവ് ദൈവാലയത്തിൽ കടന്നു ചെന്നപ്പോൾ, Isaiah, when he went to the temple, when he went to the church of God, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ താൻ കണ്ടു. he saw a God that was seated on the high throne. 6 ചിറകുള്ള സറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. There were angels, all seraphs. They were with the 6 wings. They were worshiping the Lord and they were saying that holy is the Lord, holy is the Lord. അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. It doesn't end there. സർവശക്തനായ ദൈവത്തെ കണ്ട് യെശയ്യാവ് വിളിച്ചു പറയുന്നു, അയ്യോ എനിക്ക് കഷ്ടം. When Isaiah saw God, he said, woe unto me. അതെ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്. I am a person with an unclean tongue. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ, When you read from the book of Isaiah chapter 5, അവിടെ 6 സ്ഥലങ്ങളിൽ അതേ ഈ യെശയ്യാവ് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അയ്യോ അവർക്ക് കഷ്ടം, അയ്യോ അവർക്ക് കഷ്ടമെന്ന്. in 6 occasions Isaiah points towards the people and say, woe unto them, they are the people who needs favor and who are pity. സ്വാർത്ഥതയോടുകൂടെ നടക്കുന്നവർക്ക് കഷ്ടം. And he quoted, he said, those people are selfish people and they are going to be distracted. മദ്യപാനികളായവർക്ക് കഷ്ടം. When he looked towards the alcoholic people, he said, there is distraction coming upon you. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായി തോന്നുന്നവർക്ക് കഷ്ടം. People who thinks that they are wise, he said, woe unto you. കൈക്കൂലി വാങ്ങുന്നവർക്ക് കഷ്ടം. People who accept bribes, Isaiah looked unto them and said, woe unto you. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും താൻ വിളിച്ചു പറയുന്നു, അവർക്ക് കഷ്ടം, അവർക്ക് കഷ്ടം, അവർക്ക് കഷ്ടം. And he looks at all those peoples and say, destruction is coming upon you. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, അവർക്കാർക്കുമല്ല കഷ്ടം, അയ്യോ എനിക്ക് കഷ്ടം. But when you reach in the book of Isaiah chapter 6, Isaiah, he realizes himself and he understands that he is the person who needs God's favor. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടു. He said, oh Lord, I have seen you with my eyes. 5-ാം അധ്യായത്തിൽ മറ്റുള്ളവരുടെ കഷ്ടങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ താൻ ദൈവത്തെ കണ്ടില്ലായിരുന്നു. When he was trying to grumble and murmur about other people in chapter 5, he did not see God. അതേ സഹോദരങ്ങളെ, ദൈവത്തെ നാം കണ്ടില്ലെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുവാൻ സാധിക്കും. When you don't see God, you can complain about other people. നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെയും സാധിക്കും. You can sing and you can worship, you can minister from the word of God. എന്നാൽ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ അവൻ മറ്റുള്ളവരെയല്ല അവനെ തന്നെ കാണുവാനിടയായിത്തീരും. But the moment you see God, you would see yourself. അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റുപറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധിയുള്ള നാവുള്ള മനുഷ്യനെന്ന്. When he saw God, he confessed himself and he said, I am the sinner and my tongues are unclean. അവന്റെ ഹൃദയത്തിന്റെ തകർച്ച ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ, But when God saw his heart that was broken, അവന്റെ കണ്ണുനീർ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ, when God saw the tears from the eyes of Isaiah, അവന്റെ പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ, when God saw the confession and the repentance, സർവശക്തനായ ദൈവം തന്റെ ദൂതന്മാരോട് വിളിച്ചു പറയുകയാണ്, God called out his angels and said to them, അത് ഒരു കുടിലെടുത്ത് യാഗപീഠത്തിൽ ചെന്നൊരു തീക്കനലെടുത്ത് അവന്റെ നാവിനെ തൊടുവിക്ക എന്ന്. go and take a burning coal and touch his tongue. ദൈവം പറയുന്നത് അനുസരിക്കുന്നതായ ദൂതന്മാരെ ഓടിച്ചെന്ന് കുടിലെടുത്ത് തീക്കനൽ കൊണ്ടുവന്ന് അവന്റെ നാവിന്മേൽ തൊടുവിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇത് നിന്റെ നാവിനെ തൊടുവിക്കുന്നതായാൽ നിന്റേതായ പാപങ്ങൾ മാറി നിന്റെ അതിക്രമങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. When the angel, when they came and touched the tongue of Isaiah with a burning coal, he said, your sins have
been cleansed because you have seen God. അതേ സഹോദരങ്ങളെ, വലിയവനായ ദൈവം തന്റെ പാപത്തെ ക്ഷമിച്ച് അതിക്രമത്തെ മോചിച്ചു. Dear brothers and sisters, God cleansed his sins. പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതിക്രമം മോചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യെശയ്യാവ് വിളിച്ചു പറയുന്നു, ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടു, ആർ നമുക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു. When Isaiah realized when his sins were cleansed, he heard the voice of God, who will go for me. ദൈവത്തെ കണ്ട യെശയ്യാവ്, when Isaiah saw God, ദൈവ ശബ്ദം കേട്ട യെശയ്യാവ്, when Isaiah heard the voice of God, ചുറ്റുപാടുള്ളതായ ജനത്തെ കണ്ടതായ യെശയ്യാവ്, when he saw the peoples around him, അവരുടെ അവസ്ഥയെ കണ്ട യെശയ്യാവ്, when he understood the situation, മറ്റൊന്നും ചിന്തിച്ചില്ല. he did not think about anything else. ഞാനിങ്ങനെ വിളിച്ചു പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ. But he submitted his life to the Lord and he said, Lord, please send me, I am here. അങ്ങനെയെങ്കിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമായി ഞാനും നിങ്ങളോട് കടന്നു പോകുന്ന മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാകണം, അടിയനിതാ, അടിയനെ അയക്കണമേ. Dear brothers and sisters, when we walk out from this church, you should make a decision, Lord, I'm here and use me for your service. അരുണാചൽ പ്രദേശിലാകട്ടെ, ആസാമിലാകട്ടെ, ഇന്ത്യയുടെ ഏത് സംസ്ഥാനങ്ങളിലാകട്ടെ, മറ്റേതെങ്കിലും രാജ്യങ്ങളിലാകട്ടെ, അടിയൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. If you take a decision today, Lord, wherever you ask me to go, Lord, even if it's in the states of India or even in any other countries, I would go, Lord. ഞാൻ എൻ്റെ കർത്താവിന്റെ ശബ്ദം കേട്ടു. I heard the voice of God. ദൈവം അയക്കുന്നതായ സ്ഥാനത്ത് ഞാൻ പോകാമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു. I gave my life to the Lord and said, Lord, wherever you ask me to go, I would go there. ദൈവം എന്നെ അരുണാചലിലേക്ക് അയച്ചു. And God sent me to the state of Arunachal Pradesh. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇന്നത്തെ പകൽ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. This afternoon, God is looking at you. നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, if you hear the voice of God, നിങ്ങൾ ഇന്നത്തെ ഈ സന്ധ്യയെങ്കിൽ പറയണം, അടിയനിതാ, അടിയനെ അയക്കണമേ. You should confess to the Lord, submit your life to the Lord and say, Lord, I am here I am, send me, Lord. കഷ്ടവും സങ്കടവും ദുഃഖവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. Oh, you may have persecutions, trials, troubles and problems in your life. എന്നാൽ ഒന്നും കണ്ട് ഭയപ്പെട്ടു പോകരുത്. But you should not be afraid of it. നീ കടലിലെ തിരമാലകളെ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Do not be afraid when you look at the waves of the sea. നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ, because if God is in your boat, നീ യാത്ര ചെയ്യുന്ന പടകിനെ അക്കരെ എത്തിക്കുവാൻ ദൈവം മതിയായ. God is a faithful God that he can be with you and help you to get to the end of the shore. നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം മതിയായവൻ. If you dedicate your life to the Lord, God is faithful enough to use you and accomplish his will upon you. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിയ വില്യംസിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. Yesterday I was able to hear Brother William's testimony. എനിക്ക് വില്യംസിനോട് വലിയ ബഹുമാനം തോന്നി. And I felt a very great respect towards him. ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഒരു പാസ്റ്ററുടെ മകനാണ്, പക്ഷേ ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് 3 വർഷമേ ആയുള്ളൂ. He said to me, I was born as a pastor's son, but I have accepted Christ and in the last 3 years. ലോകപ്രകാരം ജീവിച്ചു. He led his life according to the worldly ways. എനിക്ക് വില്യമിനുള്ളതായിരിക്കുന്ന ബഹുമാനം മറ്റൊന്നുമല്ല, താൻ യേശുവിനെ അറിഞ്ഞല്ലോ, തന്റെ പാപ സ്വഭാവത്തെ കുറിച്ച് തിരിച്ചറിയുകയും യേശുവാണ് രക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതാണ് എനിക്ക് തന്നുള്ളതായ സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുവാനിടയായി. The reason I have a respect towards him is because when he realized that he was a sinner and he needed Jesus, he accepted Christ as his personal savior. ആ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. If you have to come to that point, your heart should be enlightened. നമുക്ക് ഒരുമിച്ച് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. For today's short meditation, let us turn our attention to the book of Ephesians. അതിന്റെ 15 മുതൽ 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. Chapter 1 verses 15 to 19. ആരെങ്കിലും തമിഴ് വായിക്കാമോ? Ephesians chapter 1 verses 15 to 19. மகிமை பிதாவானவர் தம்மை நீங்கள்
அறிந்து கொள்வதற்கான ஞானத்தையும் தெளிவையும் அளிக்கிறாய். ஆவியை உங்களுக்கு தந்தருள வேண்டும் என்றும் தாம் நம்மை அழைத்ததினாலே நமக்கு உண்டாயிருக்கிற நம்பிக்கை இன்னதென்றும் பரிசுத்தவான்களிடத்தில் தமக்கு உண்டாகிற சுதந்திரத்தினுடைய மகிமையின் ஐஸ்வர்யம் இன்னதென்றும் தாம் கிறிஸ்துவை மரித்தோரிலிருந்து எழுப்பி அவரிடத்தில் நடப்பித்த தமது பலத்த சத்துவத்தின் வல்லமைப்படியே விசுவாசிக்கிறவர்களாகிய நம்மிடத்தில் காண்பிக்கும் தம்முடைய வல்லமையின் மகா மேன்மையான மகத்துவம் என்னதென்றும் நீங்கள் அறியும்படிக்கு அவர் உங்களுக்கு பிரகாசமுள்ள மனக்கண்களை கொடுக்க வேண்டும் என்றும் വേണ്ടിக் കൊള്ളുகிறேன். ആമേൻ. ഇവിടെ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് നാം കാണുന്നത്. What we read is the prayer of Paul. പൗലോസിന്റെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യത്തിൽ എഫെസോസിലെ വിശ്വാസികളെ താൻ പ്രൈസ് ചെയ്യുകയാണ്. Paul was praising for the believers of Ephesians. ഒന്ന്, അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. Because he saw the faith that they have towards Jesus Christ. അവർക്ക് വിശുദ്ധന്മാരോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഊഴിയക്കാരോടുള്ളതായ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം. The second, the quality that Paul saw in the lives of the Ephesian believers were they had a great compassion towards the God servant. Amen. ഞാനിവിടെ വന്നു നിങ്ങളുടേതായ വിശ്വാസം എനിക്ക് കണ്ടു വലിയ സന്തോഷമായി. When I came here, I saw the faith that is in you. ഞങ്ങൾ ഇന്നലെ പ്രത്യേകിച്ചും ഞാൻ കുടുംബമായി പല പ്രാവശ്യം പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് ഓരോരുത്തർ വന്ന് ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷമായി കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത്. Yesterday when I saw that every single believers, every brothers and sister, they came forward and they started praying for every single matters. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അടുക്കൽ വന്ന് കൈതരുകയും പ്രിയപ്പെട്ട സഹോദരൻ ഗാന്ധി തന്റെ ഭവനത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി നല്ല ഭക്ഷണപാനീയങ്ങളൊക്കെ ഇവർ കുടുംബമായി ഞങ്ങളെ ശുശ്രൂഷിച്ചു. എല്ലാറ്റിലും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. Each one of you came and greeted us, and Brother Gandhi especially, he invited us for the lunch at his home. അത് വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ കാണിക്കുന്നു. That shows that you have a love towards the saint of God. അത് എഫെസോസിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ രണ്ട് ഗുണങ്ങളും പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. These were the exactly two qualities that you could find in the lives of the believers of Ephesians. എന്നാൽ പൗലോസ് പറയുന്നു, അതുകൊണ്ട് എനിക്ക് തൃപ്തിയില്ല. But Paul says, I'm not satisfied with ഞാൻ that. പിന്നെയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. I continue to pray for you. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കുറഞ്ഞത് 5 ഗുണങ്ങൾ കൂടെ ഉണ്ടാകണം. Paul says that you still need to have 5 more qualities in you. ഒന്ന്, യേശുക്രിസ്തുവിനെ നിങ്ങൾ പരിജ്ഞാനത്തിൽ അറിയുവാൻ അവന്റെ വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകണം. But the first thing is that you need to know Jesus Christ through the spirit of wisdom. രണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. And the second, your heart should be enlightened. മൂന്ന്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. And the third is that you should understand the calling of his hope. നാല്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Fourth is you should understand the authority and the power that God has implanted upon the saints. അഞ്ച്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. The fifth is the people who have faith, you should believe that God is an omnipotent God who can do great things through your faith. ഈ 5 കാര്യങ്ങൾ കൂടെ ആദ്യത്തെ 2 കാര്യങ്ങളോട് ചേർത്ത് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ തികഞ്ഞ ഒരു ആത്മീയരാകുകയുള്ളൂ. So if you have these 5 qualities and if you add your 2 qualities, then you would accomplish your spiritual life. വേദപുസ്തക പ്രകാരം നോക്കുമ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യ ദൈവത്തിന്റെ ആളത്വത്തെ കാണിക്കുന്നു. In the Bible you could see number 1 shows the divine humanity of God. അതെ, 3 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയെ, ദൈവിക തൃത്വത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നു. Number 3 shows the accomplishment of the Trinity God. 5 എന്നുള്ളത് അത് ദൈവ കൃപയുടേതായ പൂർത്തീകരണത്തെ കാണിക്കുന്നു. Number 5 shows the accomplishment of God's grace. 7 എന്നുള്ളത് ആത്മീയ പൂർണ്ണതയെ കാണിക്കുന്നു. Number 7 shows the perfections of the spiritual life. 10 എന്നുള്ളത് വിശ്വാസത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നു. Number 10 shows the accomplishment of faith. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ, So if a believer has to accomplish to the faith, ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. so first you need to have faith in God. വിശുദ്ധന്മാർ
വിശുദ്ധന്മാരോടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. Second, you need to have love towards the saints of God. യേശുക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിക്കണം. Third, you need to wear Jesus Christ in the spirit of wisdom and revelation. ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിക്കണം. Number 4, your heart should be enlightened. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. You should understand the hope of his calling. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. You should understand the glory of his authority and power. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള അവന്റെ അതേ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. You should understand for the person who believes in him has a great strength. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടൂ. So when you understand this, you would be blessed. അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ടാണ് എൻ്റെ കർത്താവ് ഇനിയും വരാൻ പോകുന്നത്. God is going to come to receive these people who have acquainted these 7 qualities in their life. കർത്താവിന്റെ വരവ് എപ്പോഴും നമുക്കറിയില്ല. We do not know when God is going to come. അതിന്നോ നാളെയോ അടുത്ത ഒരു വർഷത്തിന് ശേഷമോ എന്നും ആയിക്കൊള്ളട്ടെ. Whatever it could be, today or tomorrow or after 1 year. നാം ഓരോ നിമിഷവും അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവിടയാക്കും. Every single moment you need to prepare your life for his coming. നമുക്കറിയാമല്ലോ വേദപുസ്തകത്തെ 2 നിയമങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും. You are very familiar that the Bible is divided into 2. It is called Old Testament and New Testament. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ്. In the New Testament there are 27 books. ആദ്യത്തെ 4 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. The first 4 books teaches us about the life of Jesus Christ. അഞ്ചാമത്തെ പുസ്തകം അതായത് അപ്പോസ്തല പ്രവൃത്തി അത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു വന്ന ദൈവസഭയുടെ ചരിത്രമാണ്. The 5th book, which is Acts of Apostle, teaches us about the acts of the church history. ആറാമത്തെ പുസ്തകമാകുന്ന റോമാലേഖനം മുതൽ അത് യൂദായുടെ ലേഖനം വരെയുള്ളതായ 21 ലേഖനങ്ങളാണ് അടുത്തതായി കാണുന്നത്. You could see the next is from the book of Romans to the book of Jude, which is 21 books. അത് ഈ വിശ്വസിച്ചു വന്ന വിശ്വാസി അനുദിനവും പഠിച്ചു വളർന്നു വരുവാനുള്ളതാണ് ഈ ലേഖനങ്ങൾ. These 21 epistles are it is very important that believers should read it and should be accomplish the word of God in the heart. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെയും മദ്രാസിലോ മറ്റ് രാജ്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ കത്തെഴുതും. When you are here, you could send an email or a letter to your relatives who are staying abroad. അത് നിങ്ങൾക്ക് അതായത് ഇവിടെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുന്നതാണ്. You are trying to give the information of your well-being to your brothers and sisters. അവർക്ക് നമുക്ക് റിപ്ലൈ തരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. And they reply back to you because they are trying to inform you that about their well-being. ഇതുപോലെ സ്വർഗ്ഗത്തിലുള്ളതായ ദൈവത്തിന്റെ കാര്യങ്ങളെ നമ്മിലേക്ക് അറിയിക്കുവാനായിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് 21 ലേഖനങ്ങൾ. In a similar way, God has given us this 21 epistles to teach us about the heavenly things. 21 ലേഖനങ്ങൾ എഴുതുവാൻ 5 അപ്പോസ്തലന്മാരെയാണ് ദൈവം നിയോഗിച്ചത്. God appointed 5 apostles to write these epistles. അങ്ങനെ ഈ ലേഖനം പഠിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്നു വരുന്ന ഒരു വ്യക്തിക്ക് when you read through these letters or these epistles and if you grow up to the head of Jesus Christ, സ്വർഗ്ഗത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് വെളിപ്പാട് പുസ്തകം. Then God would reveal to you about what are the treasures that God has kept for you in the book of Revelation. അങ്ങനെയെങ്കിൽ ലേഖനങ്ങൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും അതനുസരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. So it is very important as a believer for you to read those letters or epistles. പ്രത്യേകിച്ചും പൗലോസ് 14 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. Paul has written 14 epistles. അതിനകത്ത് ഒരു ലേഖനത്തിന്റെ മുകളിൽ അപ്പോസ്തലനായ പൗലോസ് എന്ന് എഴുതാത്തത് കൊണ്ട് അത് പൗലോസിന്റേതല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. Just because there is one book where it doesn't give the name or the reference of Paul, which is why there is a great debate where people say, the scholars say, it is not the book of Paul. നമുക്കാരോടും വാക്കുതർക്കത്തിനോ ബഹളത്തിനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. It is none of our business to go and argue about it. അതിനകത്ത് ഒരു ലേഖനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ if you take away one epistle out of it, ബാക്കിയുള്ള 13 ലേഖനങ്ങളുണ്ട്. The remaining are 13 epistles. ഈ 13 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതായ ലേഖനങ്ങളാണ്. In these 13 epistles, 4 epistles is for each one person. 13 4 മാറി
മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 9 ലേഖനങ്ങൾ. When you minus 4 from 13, it is 9 epistles. 9 ലേഖനങ്ങളിൽ 2 ചർച്ചുകൾക്ക് ഓരോ ലേഖനം അധികമായിട്ട് എഴുതി. 9 epistles were written for churches. കൊരിന്ത്യർക്ക് ഒരു ലേഖനം കൂടുതൽ എഴുതി കൊടുത്തു. Paul wrote some additional epistle to the church of Corinthian. അതുപോലെ തന്നെ തെസ്സലോനിക്കർക്കും ഒരു ലേഖനം അധികമായിട്ട് എഴുതി കൊടുത്തു. He wrote in addition an epistle to the church of Thessalonian as well. അവരോട് പ്രത്യേകമാകുന്ന ചില താല്പര്യമൊന്നും പൗലോസിന് ഉണ്ടായിട്ടല്ല. It was Paul did not write these extra epistles because he had some sort of sympathy towards them. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വന്നതുകൊണ്ട് ഒന്നുകൂടെ അവർക്ക് ഒരു റിമൈൻ ലെറ്റേഴ്സ് അയച്ചെന്ന് മാത്രമേ ഉള്ളൂ. The reason why Paul had written an extra epistle is because Paul wanted to remind them the things that they were not doing in the sight of Christ. കൊരിന്ത്യയിൽ മഹാപാപം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പൗലോസ് പോയി മുടക്കി. Paul went to the Corinthian church and he expelled a believer who were committing sins. എന്നാൽ അവന്റെ പാപത്തെക്കുറിച്ച് അവൻ പശ്ചാത്തപിച്ച് ദൈവസ്ഥലിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർ അവനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. When this brother, when he confessed his sin and when he decided to come back to the church, the believers of Corinthian were not willing to accept him back in the church. അപ്പോൾ പൗലോസ് അവർക്ക് എഴുതുകയാണ്, നിങ്ങളുടെ സഹോദരനെ പോലെ അവനെ കണ്ട് അവന്റെ പാപങ്ങൾ അവനോട് ക്ഷമിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് അവനെ കൂട്ടിക്കൊള്ളുവീ. So Paul is saying to this church of Corinthian by writing this epistle that you should consider this brother as your own brother and forgive the sins that he have committed against you and accept him back in the church. തെസ്സലോനിക്കർക്ക് ഒരു ലേഖനം എഴുതുവാനുള്ള കാരണം മറ്റൊന്നുമല്ല. The reason why he wrote an extra epistle to the church of Thessalonian is തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെതായ മുഖ്യ വിഷയം ഇതായിരുന്നു, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. One of the main reason why Paul wrote an epistle to the Thessalonian church is to show them or to prepare them or remind them about the coming of Jesus Christ. യേശുക്രിസ്തു വേഗം വരാൻ പോവുകയാണല്ലോ, ഇനിയും ജോലിയൊന്നും ചെയ്യണ്ട, ഉള്ളത് നമുക്ക് ഭക്ഷിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉള്ളതൊക്കെയും വിറ്റ് ഭക്ഷിക്കാൻ ഭാവിച്ചു. But the believers of Thessalonian, they misinterpreted the letters of Paul and thought that Jesus is going to come soon, so they sold all the property and they started living their life lavishly. അപ്പോൾ പൗലോസ് ഒരു ലേഖനം അവർക്ക് എഴുതി. And Paul again he had to write another letter to them. വേല ചെയ്യാത്തവൻ തിന്നാൻ പാടില്ല. The one who does not work, he is not worthy to eat his food. അതേ വാത്സല്യ സഹോദരങ്ങളെ, ബാക്കിയുള്ളതാ 7 അതായത് ചർച്ചകളിലേക്കുള്ള ലേഖനങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ, when you look at to the next 7 epistles that Paul had written to the churches, ഓരോ ചർച്ചകളിലേക്ക് എഴുതിയ ലേഖനങ്ങൾക്ക് പ്രത്യേകമാകുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. Paul was very specific with certain purpose. He wrote those epistles to all those churches. റോമിലേക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറഞ്ഞു, വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളത്. When he wrote an epistle to the church of Rome, he said that faith could come through righteousness. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശ്വസിച്ചു വരുന്നവർ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. And when he wrote the epistle to the Corinthian church, he said the one who comes in faith should live a holy life. അതേ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർ ഇനി ആരുടെയും അടിമത്തത്തിലല്ല, സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു. When he wrote an epistle to the church of Galatian, he said the one who comes in faith and who accepts Christ is no more has to live a life under the slavery, but he has a freedom in Christ. അത് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ആളുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അതേ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെന്ന് പറഞ്ഞു. And when it comes to the church of Ephesians, Paul says the one who has come in the Christ should worship the Lord in spirit. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുമ്പോൾ അങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്നവർ കർത്താവായ യേശുക്രിസ്തുവിൽ പിന്നെയും സന്തോഷിക്കുക എന്ന് പറഞ്ഞു. In the book of in the epistle of Philippians, here it says that the one who worship the Lord in the spirit should always rejoice in the Lord. അടുത്തത് കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ അങ്ങനെ ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ആളുകൾ കർത്താവിന്റെ തലയോളം വളർന്നു വരണമെന്ന് പറഞ്ഞു. In the Colossian church, when he wrote the epistle, he said when you rejoice in the Lord, you should grow up towards the head of Jesus Christ. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ, the next is Thessalonian. ക്രിസ്തുവേശുവിന്റെ തലയോളം വളർന്നു വന്നായ വിശ്വാസിയെ നിന്നെ ചേർപ്പാൻ കർത്താവ് വേഗം വരുന്നു, അവന്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. Paul says one who have grown up till the head of Christ, you should be prepared for the coming
of Christ. ഇതാണ് ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. This is exactly what epistles teaches us. അങ്ങനെയെങ്കിൽ ആത്മനിറവോടുകൂടെ ദൈവത്തെ ആരാധിക്കേണ്ടതായ എഫെസ്യ ലേഖനത്തെ എഫെസോസിലുള്ള വിശ്വാസികളോട് പറയുകയാണ്. So Paul was saying to the Ephesian church that you should worship the Lord in spirit. നിങ്ങൾ കർത്താവിനെ പരിജ്ഞാനത്തിൽ ധരിക്കണം. And he was saying to them that you should worship the Lord or wear this Christ in the spirit of wisdom and revelation. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമ്മിൽ ഉണ്ടാകണം. So you need to have a spirit of wisdom about Jesus Christ. എന്താ നമ്മിൽ ആ പരിജ്ഞാനം ഉണ്ടാകാനുള്ള പ്രത്യേകത എന്നറിയാമോ? What will happen when you have this wisdom about Jesus Christ? പൗലോസ് ഇങ്ങനെ പറയുണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. At one occasion Paul says in the book of Philippians chapter 3 verses 8. Philippians chapter 3 verse 8. அது மாத்திரமல்ல என் கர்த்தராகிய கிறிஸ்து இயேசுவை அறிகிற அறிவின் மேன்மைக்காக எல்லாவற்றையும் நஷ்டம் என்று எண்ணிக்கொண்டிருக்கிறேன். ആമേൻ. അത് മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചെറുതായി കാണുന്നു, ഒന്നുമില്ലാത്തതായി കാണുന്നു. Because I knew Jesus Christ, I have considered as everything as rubbish. ഞാനും നിങ്ങൾ ഇവിടെ ദൈവത്തെ വളരെ സന്തോഷത്തോടെ ആരാധിച്ചു മടങ്ങി പോകുമ്പോൾ തന്നെ, when you worship the Lord with great joy and when you go back from here, ഭൂമിയിലുള്ളതായ എന്റെ ജോലിയോ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ എന്റെ മക്കളോ എന്റെ എന്തെങ്കിലുമോ കർത്താവിനേക്കാൾ വലുതായി എനിക്ക് തോന്നുന്നുവെങ്കിൽ അതേ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നീ പ്രാപിച്ചിട്ട് if you consider anything above God, it could be your work, it could be your family, or it could be anything else. If you consider all those things, earthly things above God, it shows that you have not received the wisdom of Christ. നീ കർത്താവിൽ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞില്ല, നീ കർത്താവിനേതായ ഊഴിയക്കാരെ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞില്ല. We are not saying that you did not believe in God or you did not show the love towards the saints of God. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിനക്കുണ്ടായെങ്കിൽ മാത്രമേ ബാക്കി ലോകത്തുള്ളതായ കാര്യങ്ങളെല്ലാം നിനക്ക് ചെറുതായി തോന്നുകയുള്ളൂ. When you receive the wisdom of Christ, you would see everything in this world as very small. ഞാൻ ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ആഗ്രഹമുണ്ട് വിൻഡോ സൈഡിൽ തന്നെ ഇരിക്കണം. When I travel in the plane, I always desire to sit at the window side. ഞാൻ ഈ വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോൾ അതായത് ഇങ്ങനെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. When the plane takes off, I look towards the outside of the window. ഇത് എത്രയും ഉയരത്തിലേക്ക് ഉയരുന്നു, the more the plane goes higher, അത്രത്തോളം ഭൂമിയിലുള്ളതായ ഓരോ കാര്യങ്ങൾ വലുതായി കണ്ടതെല്ലാം ചെറുതായി 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 തോന്നും. The more you go higher, you would see the everything on this earth is very small. ഇനി ഇത് ലാൻഡ് ചെയ്യുമ്പോഴോ, but when it lands, മുകളിൽ വെച്ച് ചെറുതായി തോന്നി നോക്കുകയും വലുതായി കാണുവാനിടയായി. Everything that you saw from the very higher position was very small. Now it became as something very big. അപ്പോൾ നിങ്ങളുടെ ആത്മീയമായിട്ടും നിങ്ങൾ ഉയർന്നും പൊങ്ങിയിരിക്കുന്നുവെങ്കിൽ, so as in spiritually when you rise up, ഭൂമിയിലുള്ള ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെറുതായി തോന്നും. You would consider everything in this world as very small. നീ ആത്മീയമായിട്ടും ഇതുവരെയും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ ഭൂമിയിലുള്ളതെല്ലാം നിനക്ക് വലുതായി തോന്നും. If you have not taken off spiritually to the higher position of Christ, you would consider everything in this world as great. ആകയാൽ വാത്സല്യ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുതായി തോന്നണമെങ്കിൽ യേശുക്രിസ്തുവിനെ അവന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ ധരിക്കണം. So it is very important, in order to see everything of this world as rubbish, you have to receive the wisdom of Christ. രണ്ടാമതായിട്ട് പറയുകയാണ്, അത് പോരാ, നിങ്ങളുടേതായിരിക്കുന്ന ഹൃദയത്തിലെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. Secondly, Paul says your heart should be enlightened. എന്താ നമ്മുടേതായിരിക്കുന്ന ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ലേ? Why is not our eyes enlightened? എനിക്ക് നിങ്ങളെ എല്ലാം കാണാം, നിങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരെയും കാണാം. I could see all of you, you could see both of us. എന്നാൽ ഇവിടെ പറയുന്നതായിരിക്കുന്ന ദൃഷ്ടി ശാരീരികമാകുന്ന കണ്ണിന്റെ കാര്യമല്ല. But here what Paul is trying to address is not about the physical eyes that you have. ഇത് ആത്മീയ
ആത്മീയ കണ്ണിന്റെ കാര്യമാണ് പറയുന്നത്. Paul is addressing about the spiritual eyes. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. Paul, when he addresses to the church of Corinthians, 2 Corinthians chapter 4 verse 4 ഇങ്ങനെ വായിക്കുന്നു. 2 Corinthians chapter 4 verses 4 it says, Please read it. தேவனுடைய சாயலாய் இருக்கிற கிறிஸ்துவின் மகிமையான சுவிசேஷத்தின் ஒளி அவிசுவாசிகளாகிய அவர்களுக்கு பிரகாசமாய் இராதபடிக்கு இப்பிரபஞ்சத்தின் தேவனானவன் அவர்களுடைய மனதை குருடாக்கினான். അത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികളുടേതായ മനസ്സിനെ ഈ ഭൂമിയുടേതായ ദൈവം കുരുടാക്കിയിരിക്കുന്നു. The word says the God of this age has blinded the minds of unbelievers so that they cannot see the light of the gospel of the glory of Christ, who is the image of God. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ്. You should understand that Jesus is the image of God. യേശു പറഞ്ഞു, എന്നെ കാണുന്നവന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. Jesus said, if you have seen me, the one who sees me sees God. അങ്ങനെയെങ്കിൽ യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ്. So Jesus is an image of God. ഇനിയും അവന്റേതായ സുവിശേഷത്തിന് പ്രകാശമുണ്ട്. And his words carries a light. ആ പ്രകാശം ഏതൊരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ അവനവിടെ പിന്നെ മൗനമായിരിക്കുകയില്ല, ദുഃഖത്തോടിരിക്കുകയല്ല, അവനുമായി ശോഭിച്ചുകൊണ്ടേയിരിക്കും. When the light of the gospel or the light of the word comes upon you, you would not be sitting sorrowfully or with a sadness. നമ്മൾ ചില സമയത്ത് ഓരോരുത്തരെ കാണുമ്പോൾ ചോദിക്കത്തില്ലേ, എന്താ ഇത്ര വലിയ സന്തോഷം? Some of the times at some occasion you look at some people and you ask them, why are you so happy or excited, brother? പക്ഷേ ഇന്ന് പലരും അങ്ങനെ ചോദിക്കുക, എന്താ ദുഃഖം? But in today's time people normally ask, why are you sad, brother? നമ്മൾ ആരാധിക്കാൻ വരുന്നു, പാട്ട് പാടുന്നു, ഹല്ലേലൂയ പറയുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ സന്തോഷമില്ല. We come to the church, we worship the Lord, we praise him, but we still do not have the joy in us. നിനക്ക് സന്തോഷമില്ലാത്ത കാരണം എന്തെന്ന് മനസ്സിലായോ? The reason why you do not have joy, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം നിന്നിൽ ശോഭിച്ചിട്ടില്ല. because the light of the gospel has not come upon you. അത് നിന്നിൽ ശോഭിച്ചിട്ടില്ല എങ്കിൽ ഈ ലോകത്തിലെ ദൈവമാകുന്ന പിശാച് നിന്റെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. The reason why the light is not shining upon you is because the Satan of this world has blinded your eyes. ആകയാൽ വാത്സല്യ സഹോദരങ്ങളെ, പിശാചിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെതായിരിക്കുന്ന കെട്ടുകളെ അഴിച്ച് കർത്താവിന് വേണ്ടി മുന്നേറുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. So may God enable to enlighten your heart and open your spiritual eyes in order to break the chains that the devil has put upon you, so that you could work hard for him. യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന പല വ്യക്തികളുടെയും കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. There were many people who have walked with Jesus Christ and their eyes were not opened. ഞാൻ ഉദാഹരണം പറയാം. I can give you an example. അതായത് ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, If you turn your attention to the Gospel of Luke chapter 24, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതായ ദിവസം, the day when Jesus Christ rose from the dead, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടതിന് ശേഷം, after the people they heard that Jesus was risen from the dead, അവർ രണ്ടുപേർ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോവുകയാണ്. You could see two people walking from Jerusalem to the city of Emmaus. അവർ പോകുന്ന വഴിക്ക് തമ്മിൽ വാദിച്ചും തർക്കിച്ചുമാണ് പോകുന്നത്. As these two people, when they were going towards Emmaus, they were arguing. അതിൽ ഒരാളുടെ പേര് ക്ലെയോപ്പാവെന്നാണ്. One of the person's name was Cleopa. മറ്റേ ആളിന്റെ പേരെന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും The second person's name is not written there. നമുക്ക് ജോൺ ചാപ്റ്റർ 19 verse 25 വായിക്കുമ്പോൾ, when you read from John chapter 9 verses 20, അവിടെ ഒരു മൂന്ന് സ്ത്രീകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. there you could see about three sisters. ഒന്ന് യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ എന്ന് പറയുന്ന സഹോദരി. The one person is the Mary, the mother of Jesus Christ. മറ്റൊന്ന് മറിയയുടെ സഹോദരിയും ഈ ക്ലെയോപ്പാവിന്റെ ഭാര്യയുമാകുന്ന മറിയയാണ്. The second is Mary's sister and Cleopas' wife Mary. മൂന്നാമതായിട്ട് മഗ്ദലക്കാരത്തി മറിയ. And the third is Mary Magdalene. അപ്പോൾ ഈ ക്ലെയോപ്പാവിന്റെ കൂടെ പോകുന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും വേറെങ്ങും
പോകേണ്ട ആവശ്യമില്ല. So the scholar says that we do not have to go anywhere to conclude that it was Cleopa's wife who walked with Cleopa. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ഗാന്ധി ബ്രദർ ആദ്യം മുതൽ ഇവിടെ ഉണ്ട്. In this fellowship you could see Brother Gandhi has been here from the beginning. എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സൺഡേ ഇവിടെ ഉണ്ടായി. If a problem had occurred here, ഇവിടെ ഇറങ്ങി പോകാണെന്ന് കണ്ടു. and you think just imagine if he had walked out from the church, ഇവിടുന്ന് പോകുന്ന സമയത്ത് അതായത് വില്യമിനെ കൈക്ക് പിടിച്ചു വാ നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. would he hold the hand of Brother William and say, come, let's go from here? ഇല്ല, പറയത്തില്ല. No, he won't say that. താൻ തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോകും. He would take his wife and go from here. അങ്ങനെയെങ്കിൽ ക്ലെയോപ്പാവിന്റെ കൂടെ പോകുന്നത് ക്ലെയോപ്പാവിന്റെ ഭാര്യയാണ്. So it is very possible that it was Cleopa's wife who was walking with Cleopa. അപ്പോൾ ഈ പിശാചിന്റെ ഒരു കാര്യമാണ് ആദ്യം മനുഷ്യന്റെ ഉത്പത്തി മുതൽ പിശാച് ആഗ്രഹിക്കുന്നത് കുടുംബജീവിതം എങ്ങനെയും തകർക്കുക എന്നുള്ളതാണ്. It is the very plan of the devil to break the life, the family life. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ടപ്പോൾ വലിയവനായ ദൈവം തന്നെയാണ് ആദാമിന്റെ ഗാഠനിദ്ര വരുത്തിയിട്ട് അവന് വാരിയിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി ആദാമിന് കൊടുത്തത്. When God realized that it is not good for a man to live his life alone, he had put Adam into deep sleep, and he made Eve from the ribs of the Adam. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത അത്ഭുതം എന്തെന്ന് വെച്ചാൽ കാനാവിലെ കല്യാണത്തിന് പോയി അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തെന്നുള്ളതാണ്. You should remember the first miracle what Jesus did was when he was on the face of this earth, he walked into the marriage of Cana and he turned water into wine. അർത്ഥം ഒരു കുടുംബവും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. So it was the plan of God that no family should be broken. യേശു ഈ ദമ്പതികളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. So Jesus went towards this family അവരുമായിട്ട് ഒരുമിച്ച് നടന്നു. and he started walking along with them. കാര്യങ്ങളൊക്കെ ചോദിച്ചു. Jesus started asking questions to them. അവർ പറഞ്ഞു കഴിഞ്ഞ ഒരു 3.5 വർഷമായി ഞങ്ങളുടെ ജീവിതം നശിച്ചു. And they were saying the last 3.5 years their life has been very difficult. ഒരുത്തൻ ഇവിടെ വന്നു ഞങ്ങൾ വിചാരിച്ചു ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വന്നവനാണെന്നാണ് വിചാരിച്ചത്. We thought that the person came here, we thought he was the redeemer of Israel. അവനെ കാൽവറി ക്രൂശിച്ചു. And he was crucified on the cross. അതേപോലെ അരിമത്തിയയിൽ യോസേഫിന്റെ കല്ലറയിൽ അടക്കി. And he was buried in the tomb of Arimathea. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സഹോദരിമാർ വന്ന് പറയുകയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. But now some sisters are saying to us that Jesus has risen from the dead. എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്. We do not believe it. അവർ 3.5 വർഷം യേശുവിനോടൊപ്പമായിരുന്നു. See, these people were with Jesus Christ for the last 3.5 years. യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ അവരോട് യേശുവിനോട് കൂടെ നിന്നവരായിരുന്നു. They were the people who has witnessed the miracles of Jesus Christ. യേശുക്രിസ്തു ഒരിക്കൽ 70 പേരെ ഈരണ്ടായിട്ട് അയച്ചപ്പോൾ ഈ ക്ലെയോപ്പാവിനെയും അങ്ങനെ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി അയച്ചതാണ്. When Jesus Christ had commissioned 70 people, even Cleopa and his wife were part of that group. ഇവരാണ് വന്ന് പറഞ്ഞത് അതെ പിശാചൊക്കെ ഞങ്ങളുടെ മുന്നിൽ വീഴുന്നത് ഞങ്ങൾ കണ്ടെന്ന്. These were the same people who said to Jesus Christ that we have seen that the devil has fallen in front of us. ഇവരുടെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടന്നതാണ്. And God had performed miracles through these people. But now they do not have any faith in Jesus Christ. ഈ 3.5 വർഷവും ഇവരിതൊക്കെ ചെയ്യുമ്പോഴും യേശുവിൽ വിശ്വാസമില്ലായിരുന്നു. 3.5 years they did all of this thing, but they did not have faith in Christ. യേശുക്രിസ്തു ആരെന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് ഇവർക്കില്ലായിരുന്നു. They did not realize who was Jesus Christ. ഇവർക്ക് പരിജ്ഞാനമില്ലായിരുന്നു. They did not have the wisdom. ദൈവം അവരെ നാളെ നടത്താൻ വിശ്വസ്തനെന്ന് അവർ മനസ്സിലാക്കിയില്ലായിരുന്നു. They did not realize that God was faithful enough to guide them the next day as well. അതുകൊണ്ട് അവർ എന്ത് ചെയ്തെന്നറിയാമോ? ആ പഴയ അവസ്ഥയിലേക്ക് പഴയ സ്ഥലത്തേക്ക് പഴയ കുടിലിലേക്ക് അവർ മടങ്ങി പോവുകയാണ്. So which is why now they were going back to their own places. നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വന്നു. You have come to worship the Lord. യേശുക്രിസ്തുവിനെക്കുറിച്ച് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? Have you recognized who is Jesus Christ? ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ സന്ധ്യാസമയം കർത്താവിനെ തിരിച്ചറിയുവാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. If you have never realized who is Jesus Christ, may this day be a day that God open your eyes to enable to understand him. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. If you do not realize who is Jesus Christ, then you can never stay in the faith. ഇന്ത്യയുടേതായ
വിവിധ ഭാഗങ്ങളിൽ, in several places in India, അതേ സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, in several countries, ക്രിസ്ത്യാനികളെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുന്നു. Christians are being persecuted and killed. എനിക്കും നിനക്കും ഇതൊന്നും വന്നില്ല എന്ന് വിചാരിച്ച്, Oh, because it has not come to you, നാളെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ ധരിച്ചു you പോകരുത്. should not think that you're safe here. ഒരു പക്ഷെങ്കിൽ എന്റെ മക്കളുടെ മുൻപിൽ വെച്ചോ അല്ലെങ്കിൽ എന്റെ മുൻപിൽ വെച്ച് അവരെയോ സുവിശേഷത്തിന്റെ ശത്രുക്കൾ കൊല്ലുവാൻ ഭാവിച്ചെന്നിരിക്കാം. There could be occasions where anti-Christians could come and attack my son, or they could kill me right in front of my children. അന്ന് വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നീ കർത്താവിനെ അറിയുന്നവരായിരിക്കും. And in order not to be weak in the faith, today you have to realize who is this Christ. നീ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും, Probably you might have not done anything for നീ Christ. ആർക്കും ഒന്നും കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും, Probably you might not have given anything for the Lord. അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്തില്ലെങ്കിലും, Probably you might not have done a നീ big miracle. യേശുക്രിസ്തു ആരെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, But the moment when you realize who is Jesus Christ, അതേ വരുന്നതായിരിക്കുന്ന പെർസിക്യൂഷൻസിൻ്റെതായിരിക്കുന്ന മുൻപിൽ നീ ഒരിക്കലും താണു പോകുവാനിടയാകുകയില്ല. so when this persecutions comes upon you, you would not be weak in faith. ആകയാൽ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണ് തുറക്കാം. Which is why your heart should be enlightened. യേശു ക്ലെയോപ്പാവിനോടും ഭാര്യയോടും ചേർന്ന് നടന്നു. Jesus was walking along with Cleopa and his wife. യേശുവിനെ കുറിച്ച് അതേ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത് അവർക്ക് വിവരിച്ചു കൊടുത്തു. Jesus explained to them about what was written about Jesus Christ in the book of Moses and the book of laws. അങ്ങനെ സംസാരിച്ച് അവർ എമ്മൗസിലെത്തി. As they continued talking about it, they reached Emmaus. ക്ലെയോപ്പാവിന്റെ വീടിനതായിരിക്കുന്ന അടുക്കലെത്തി. Where they reached near the home of Cleopa. യേശു മുൻപോട്ട് പോകുന്ന ഭാവം നടിച്ചു. When Jesus pretended to walk forward, യേശു പോയില്ല. Jesus did not go. പോകുന്ന ഭാവം He നടിച്ചു. pretended to walk. യേശു ഇന്നത്തെ ഈ സന്ധ്യയെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. If Jesus Christ is here in this evening, യേശു എന്നെയും നിന്നെയും വിട്ടു പോകുവാനായിട്ടല്ല. He does not want to leave you and go. പക്ഷേ നീ യേശുവിനെ വിളിക്കാതിരിക്കുന്നിടത്തോളം യേശു നിന്റെ അടുക്കലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് വരികയില്ല. Until you do not call Jesus Christ, Jesus would not come to your home. അതുകൊണ്ടാണ് അതായത് വെളിപ്പാട് പുസ്തകം 3-20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ അതെ അവർ എന്നോട്, ഞാൻ അവരോട് അത്താഴം കഴിക്കും. Which is why in the book of Revelation chapter 3:20 says that I knock at the door. If anyone hears my voice and opens the door, I will come and dine with you and you with me. അതെ, ഇന്നത്തെ സന്ധ്യയെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ യേശു മുട്ടുന്നത് എങ്ങനെയാണ്? ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. This evening Jesus is knocking at your door through the word of God. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറന്നാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ്. If you open your heart for Jesus Christ, God will bless you. അതേ ക്ലെയോപ്പാവ് പറയുന്നു, പോകല്ലേ. Cleopa, he says to Jesus, do not leave. രാത്രിയാണ്. It is night. ഇവിടുത്തെ എമ്മൗസിൽ രാത്രിയിൽ ഭയങ്കര കൊള്ളക്കാരുള്ളതാണ്. Emmaus is not safe to continue your journey in the night. ഇത് ഞങ്ങളുടെ വീട്ടിൽ പാർക്കാം. Tonight please stay with അവർ us. യേശുവിനെ അവിടെ വീട്ടിലേക്ക് കൈക്കൊണ്ട് They invited Jesus into their home യേശുവിനെ പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. and they prepared food for Jesus Christ. യേശുവിന്റെ കയ്യിൽ കിട്ടിയ ഭക്ഷണം യേശു കരങ്ങളെടുത്ത് അനുഗ്രഹിച്ചു. Jesus lifted the food that he got in his hand അത് അവർക്ക് കൊടുത്തു. and he gave to them. Luke chapter 24:31. Luke 24:31. വായിക്കാമോ പെട്ടെന്ന്? Can someone read quickly? അപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. The moment their eyes were open and they realized who is Jesus Christ. 3.5 വർഷം യേശുവിനോട് നടന്ന ക്ലെയോപ്പാവിന്റെ കണ്ണു തുറന്നില്ലായിരുന്നു. 3.5 years Cleopa was with Jesus Christ, but his eyes was not opened. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് അവരുടെ കണ്ണു തുറന്നില്ലായിരുന്നു. 3.5 years they had seen and witnessed the miracles of Jesus Christ, but their eyes were not opened. 3.5
5.5 വർഷം യേശുവിനോട് കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചെങ്കിലും അവരുടെ കണ്ണു തുറന്നില്ലായിരുന്നു. 3.5 years they themselves had performed miracles in the name of Jesus Christ, but their eyes were not opened. ഇപ്പോൾ അവരുടെ കണ്ണു തുറന്നു. Now their eyes were opened. അവർ യേശുവിനെ അറിഞ്ഞു. And they knew who Jesus Christ was. നിങ്ങളുടെ കണ്ണു തുറന്നിട്ടുണ്ടോ? Is your eyes open today? നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? Have you known Jesus Christ? അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ The moment they realized, ഇനി രാത്രി കിടന്നുറങ്ങാമെന്ന് അവർ തീരുമാനിച്ചില്ല. they did not desire to sleep there that night. അത്രത്തോളം നമ്മൾ നടന്നു വന്നതല്ലയോ, അല്പസമയം വിശ്രമിക്കാൻ കർത്താവേ ആ റൂം എല്ലാം ശരിയായിട്ട് കിടക്കുകയാണ്, ഞങ്ങൾ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കാൻ അവർ ആഗ്രഹിച്ചില്ല. They did not desire to go to the bedroom and sleep, but they came to Jesus. 33-ാമത്തെ വാക്യം. Verses 33. അന്നേരമേ எழுந்திருந்து எருசலேமுக்கு திரும்பிப் போய் 11 அவர்களோடு இருந்தவர்களும் கூடியிருக்க கண்டு ആ നേരം തന്നെ, Exactly at that moment, ആ നാഴികയിൽ തന്നെ at that moment, അവർ എഴുന്നേറ്റ് എമ്മോസിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. they stood up and they started the journey from Emmaus to Jerusalem. അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി. A transformation took place. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ The moment they knew Jesus Christ, അവരിനി എമ്മോസിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചില്ല. they did not desire to stay in Emmaus. അവർ യേശുവിനെ അറിയാതിരുന്നപ്പോൾ, The moment when they did not know Jesus, യെരുശലേമിനേക്കാളും എമ്മോസ് നല്ലതെന്ന് അവർക്ക് തോന്നി. they thought that Emmaus was better than Jerusalem. എന്നാൽ അവർ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, But the moment they realized Jesus, അതെ എമ്മോസ് അല്ല യെരുശലേം തന്നെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർ യെരുശലേമിലേക്ക് ആ രാത്രിയിൽ തന്നെ പോയി. they realized that Emmaus was not good enough like Jerusalem, and they started the journey at the same night. നിന്റെ കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, If your eyes are open tonight, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത് പ്രത്യേകത ഉണ്ടാകും, ഒരു പരിവർത്തനം you ഉണ്ടാകും. will have a transformation exactly like this couples had. യെശയ്യാവ് വിളിച്ചു പറയുന്നു, Isaiah, he called out, അടിയനിതാ, here I am, അടിയനെ അയക്കണമേ. send me Lord. വലിയ നിരാശയോടെ, With great വലിയ sorrow, ദുഃഖത്തോടെ, with great വലിയ pain, പ്രശ്നങ്ങളുമായി with great problems, യെശയ്യാവ് ദൈവാലയത്തിലേക്ക് കടന്നു വന്നവർ. Isaiah went to the temple of God. അവന്റെ ജീവിതത്തിൽ എപ്പോഴും അതേ ഉസ്സിയാവിന്റെ കൊട്ടാരവും ഉസ്സിയാവിന്റെ രാജസ്ഥാനവും ഉസ്സിയാവിന്റെ സിംഹാസനവും ഒക്കെയായിരുന്നു വിഷയം. Isaiah always preferred to see or to enjoy the provisions from the king. എന്നാൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, But the moment when he saw Jesus, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചു കഴിഞ്ഞപ്പോൾ, when he received the wisdom of Christ, ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, when he knew who God was, യെശയ്യാവ് പറയുകയാണ്, Isaiah says, അടിയനിതാ, here I am Lord, അടിയനെ അയക്കണം. send me Lord. ആമേൻ. Hallelujah. ക്ലെയോപ്പാവ് ഇതാ പറയുന്നു, Cleopa, he says, നമുക്കിവിടെ ഇരിക്കണ്ട, we do not have to sit here നമുക്കിത് anymore. ശാശ്വതമല്ല, This is not a stable place for us. അവർ യെരുശലേമിലേക്ക് മടങ്ങി. Let us return back to Jerusalem. സഹോദരാ സഹോദരി, Dear brothers and sisters, നിന്റെ അവസ്ഥ ഇന്നെന്താണ്? what is your situation today? വലിയവനായ ദൈവത്തിന്റെ വചനം നമ്മെ ഇങ്ങനെ The പഠിപ്പിക്കുന്നു. word of God teaches us. യെശയ്യാവിന്റെ അത് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. Ephesians chapter 5 verses 14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Wake up, O sleeper, rise from the dead, and Christ will shine on you. അതേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന ലോകത്തിലതായ ലോകപ്രകാരം ജീവിക്കുന്നവരുടെ നടുവിൽ നീ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ വിശ്വാസിയെ, ഇന്നത്തെ സന്ധ്യാസമയം നീ എഴുന്നേൽക്കുന്നുവെങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Dear brothers and sisters, if you wake up from your sleep among the people who have never known Jesus Christ, if you wake up from that sleep, Christ will shine upon you. അവന്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Isaiah chapter 60 says, you should rise up because the light is here. ഇന്നത്തെ ഈ സന്ധ്യ കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കുന്ന സന്ധ്യയായി. Let this evening be an evening where God enlightens his light upon you. ആശയോട് മടങ്ങി പോകരുത്. Do not walk out in a great sorrow from here. ദുഃഖത്തോട് മടങ്ങി പോകരുത്. Do not walk out in sadness. വേദനയോട് മടങ്ങി Do പോകരുത്. not walk out in pain. ദൈവം നിനക്ക് വേണ്ടി വലിയവ പ്രവർത്തിപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. Because God has come here to do great things for you. നീ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. If you give your life to the Lord, God will bless you. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ
Some people brought a blind man before Jesus Christ. Jesus took away that blind person from those people. And Jesus pat on his face. Jesus extended his hand upon him and prayed for him. And he asked this blind man, "Do you see something?" He said, "I could see." He said, "I could see that men are walking like a tree." Mark chapter 8 verse 24 and 25 When you read from Mark chapter 8 verses 24 and 25, Jesus again put his hand over his head and prayed for him. His eyes was open now and he said, "I could see everything clearly." When your eyes are opened, you would see man as man. There won't be any discrimination of black or white. There won't be discrimination of a Tamil or a Malayali. There won't be a discrimination of Indian or British. There won't be any discrimination of a rich or a poor. There won't be any discrimination of an educated or uneducated person. If you have to see your brothers and sisters just like as you see yourself, your spiritual eyes should be opened. As we were coming towards the church, we came and stopped our car and we got down from the car. A brother came, he was driving his car and he stopped his car. And I said to him, "Brother, you could just drive now." He said, "No, you should go." I was very glad. Because your spiritual eyes are open, which is why you could treat others exactly in the way. If your spiritual eyes are open, you could see God. If your spiritual eyes are open, you could see your brothers and sisters. തൻ്റെ ഒരു ശിഷ്യൻ അതിരാവിലെ എലീശയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. താൻ വിളിച്ചു പറഞ്ഞു, "അയ്യോ യജമാനനേ, രക്ഷിക്കണമേ." The servant of Elisha, Gehazi, he comes near Elisha and says, "Master, save me." Elisha ran towards him. അദ്ദേഹത്തോട് പറഞ്ഞു, "പേടിക്കണ്ട." And he said, "Do not be afraid, because the one who is with us is greater than the one who has come against us." And Elisha extended his hand upon this servant and prayed for him. And he prayed out to the Lord, "God, open his eyes." This servant was with Elisha for years. Every morning and evening he prays. Every day Elisha used to teach from the book of from the word of God to the servant. And he used to pray together. But his eyes was not opened. His eyes was not opened. 2 Kings chapter 6 verse 15 17 when you read from 2 Kings chapter 6:17, God opened the eyes of the servant. Can you read the words? God
opened his eyes. അവൻ നോക്കിയപ്പോൾ എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുകയാണ്. When his eyes was opened, he could see the army of God was with fires. വാത്സല്യ സഹോദര സഹോദരി, ദൈവത്തിന്റെ സംരക്ഷണം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിന്റെ ആത്മീയ കണ്ണു തുറക്കപ്പെടണം. If in order to see the protection, divine protection of God, your eyes should be opened. പലപ്പോഴും നീ ആവശ്യമില്ലാതെ ഭയപ്പെട്ടു പോകുന്നതെന്നറിയാമോ? Many times the reason why you get scared and why you're afraid is അതെ, കർത്താവിന്റെ പരിപാലനം എന്തെന്ന് നിനക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട്. because you have not seen the protection, divine protection of God. ദൈവത്തെ അറിഞ്ഞ ദാവീദ് ഇങ്ങനെ പറയുന്നു. David, who knew God, he said, കൂരിരുൾ താഴ്വരകൾ കൂടി കടന്നു പോയിരുന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും നിന്റെ കോലും എന്നെ ആശ്വസിപ്പിക്കും. even though I walk through the valley of the shadow of death, I will not fear the evil, because the rod and the staff, they comfort me. അതേ വാത്സല്യ സഹോദരങ്ങളെ, Dear brothers and sisters, നിന്റെ കണ്ണ് തുറന്നിട്ടുണ്ടോ? is your eyes opened? കർത്താവിന്റെ പരിപാലനം നിനക്ക് കാണണമെങ്കിൽ If you want to see the divine protection of നിന്റെ God, കണ്ണ് തുറക്കണം. your eyes should be opened. മറ്റൊരു ഭാഗം നാം നോക്കുമ്പോൾ And the next occasion you could see ബേർശേബയുടെ മരുഭൂമിയിൽ in the desert of Beersheba, അതേ ആ ഹാഗാർ തന്റെ കുഞ്ഞിന്റെ മരണം ഇനി കാണുവാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് Hagar, she was crying out, and he said, I cannot see the death of my child. കൊണ്ടുവന്നൊരു സ്ഥലത്തേക്ക് എത്തിയിട്ട് വളരെ ദൂരെ വന്നിട്ട് വളരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. She put her child at one side, and she was crying. അതെ, നമുക്ക് അതായത് Genesis chapter 21 verse 19 വായിക്കുമ്പോൾ Genesis, when you read from Genesis chapter 21 verses 19, അവിടെ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. there it says, അതെ, യഹോവ അതെ ഹാഗാറിന്റെ കണ്ണു തുറന്നു. God opened the eyes of Hagar, അവൾ ഒരു നീരുറവ് കണ്ടു. and she saw a stream, അവൾ അത് കുപ്പിയിൽ നിറച്ച് ബാലനെ കുടിപ്പിച്ചു. and she filled the water from the stream and gave it to her son. എനിക്കും നിങ്ങൾക്ക് വേണ്ട ദൈവിക കരുതൽ കാണണമെങ്കിൽ, If you want to see the divine provision of God, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ ആത്മീയ കണ്ണ് dear തുറക്കപ്പെടണം. brothers and sisters, your spiritual eyes should be opened. നിന്റെ ആത്മീയ കണ്ണ് തുറക്കപ്പെടാതെ ദൈവിക കരുതൽ കാണുവാൻ If your സാധ്യമല്ല. spiritual eyes are not opened, you won't be able to see the divine provision of God. ഒരിക്കൽ ഞങ്ങളായിരിക്കുന്ന ബൈബിൾ സ്കൂളിൽ അനേക ദിവസങ്ങളായി ഭക്ഷണത്തിന് വകയില്ലാതിരിക്കുകയായിരുന്നു. There was one occasion when we started our Bible school, we did not had food or did not had money to feed the students there. എന്റെ സാധനൊക്കെ വളരെ ചെറുപ്പമാണ്. My son was very small at that ഈ moment. കുഞ്ഞുങ്ങളൊക്കെയും ഭക്ഷണത്തിന് ഭക്ഷണമില്ലാതെ വാവിട്ട് കരയുന്നതായ നാളുകൾ. Those were the days when my children used to cry for the food. ഒരു ദിവസം രാത്രിയിൽ ഒരു മനുഷ്യൻ വന്ന് ഞങ്ങളായിരിക്കുന്ന കതകിനിങ്ങനെ അത് തട്ടിക്കൊണ്ടിരുന്നു. One night a man came and knocked on the door. ഞങ്ങൾ തുറന്നപ്പോൾ ഒരു മനുഷ്യൻ ഒരു കത്ത് ഞങ്ങളെ തന്നിട്ട് പറഞ്ഞു. When we opened the door, this man gave us a letter, ഇതൊരു സാറ് തന്നു വിട്ടതാണ്. and he said to us, a sir has given us this letter. കത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. And what was written in the letter is, പാസ്റ്ററെ, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന്റെ വലിയ പ്രയാസങ്ങളൊക്കെയാണെന്ന് കാണുവാൻ മനസ്സിലായി. Dear pastor, when we were praying for you, God revealed us that you were going through difficult times. നിങ്ങൾക്കുള്ള ചില ഫുഡിന് വേണ്ടതായിരിക്കുന്ന അരിയും മറ്റു സാധനങ്ങളും ഞാൻ ട്രക്കിൽ കൊടുത്തുവിടുന്നുവെന്ന് പറഞ്ഞു. I'm sending a truck of food so that you could feed your students there. എന്റെ മകൻ സാജൻ അതിന് സാക്ഷി. My son had witnessed that miracle. എന്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതെന്നറിയാമോ? My dear brothers and sisters, why I'm saying this? എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്നു. God, Jesus, He provides our needs. നിങ്ങൾക്ക് ഇന്നൊരു വർക്ക് പെർമിറ്റ് ഇല്ല എന്നായിരിക്കാം വിഷയം. Your problem could be about your work permit. ഇല്ല എന്നുള്ളതായിരിക്കാം. Your problem could be your visa. ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയായിരിക്കാം. You are worried about your future. നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗമോ മറ്റു വേദനയോ നിങ്ങളുടെ പ്രശ്നമായിരിക്കാം. You could be worried about your children's sickness. ഞാനൊന്ന് പറയട്ടെ, But let me say one thing to you. നിങ്ങൾക്കായി കരുതുന്നു. Jesus is providing. He's making provisions. പത്രോസ് പറയുമ്പോൾ, When Peter, he says, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, because he cares for you, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും you should take away all your sorrows.
cross. Put all your burdens upon him. അതേ സഹോദരങ്ങളെ, ഇതിന്റെ ആത്മീയ കണ്ണ് തുറക്കണം. So today let your spiritual eyes be opened. Numbers 22:31 വായിക്കും. Numbers 22:31 says, ദൈവം ബിലെയാമിന്റെ കണ്ണ് തുറന്നു. God opened the eyes of Bileam. അവൻ യഹോവയുടേതായ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു. He saw an angel was carrying a sword, and this man kneels down before the angel. അവൻ ഏറ്റു പറയുകയാണ്, അയ്യോ ഞാൻ പാപം ചെയ്തു. He confessed out and said, oh Lord, I have sinned. ഞാൻ എൻ്റെ ദൈവത്തോട് പാപം. I have sinned against my God. നിന്റെ ന്യായവിധി നിനക്ക് മനസ്സിലാകണമെങ്കിൽ, if you want to know about your judgment, നിന്റെ കണ്ണ് തുറക്കപ്പെടണം. your eyes should be opened. അതേ സഹോദര സഹോദരി, Dear brothers and sisters, നിന്റെ കണ്ണ് തുറക്കപ്പെടണം. your eyes, let your eyes be open today. കണ്ണ് തുറക്കപ്പെടണം. Let your eyes be open today. നിന്റെ ദൈവത്തെ നിനക്ക് അറിയുവാൻ, in order to know God, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന നിന്റെ സഹോദരങ്ങളെ നിനക്ക് കാണുവാൻ, in order to see your mankind or your brothers and sisters, ദൈവത്തിന്റെ സംരക്ഷണം നിനക്ക് അറിയുവാൻ, in order to see the divine protection of God, ദൈവിക കരുതൽ നിനക്ക് കാണുവാൻ, in order to see the divine provision of God, ജീവിതത്തിലായിരിക്കുന്നതായ അതേ ന്യായവിധി നിനക്ക് മനസ്സിലാകും, in order to understand about the judgment of God, നിന്റെ കണ്ണ് തുറക്കപ്പെടേണ്ടത് ആവശ്യം. it is important that your spiritual eyes should be opened. Paul says, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കും. let your eyes be enlightened, the eyes of your heart be enlightened. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരുടെ അവകാശത്തിന് മഹിമാതനം ഇന്നതെന്ന് നീ മനസ്സിലാക്കും. You would understand the glory of God. എനിക്കും നിനക്കും നല്ലൊരു അവകാശം തമ്പുരാൻ കരുതിയിട്ടുണ്ട്. God has created a great thing for you. ദാവീദ് പറയുമ്പോൾ അളവുനൂൽ എനിക്ക് മനോഹരമായ ദേശത്ത് പിടിച്ചിരിക്കുന്നുവെന്ന്. David says that God is stretched out, extended my boundaries, and he is blessing me. ആരും നമുക്കത് ഓഹരി തന്നില്ലെങ്കിലും, no matter your brothers or sisters may not give you the share that you possess, നിങ്ങൾക്കും നല്ല ഓഹരി കർത്താവിന്റെ പക്കലുണ്ട്. but God is a God who can provide your needs. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് മനസ്സിലാക്കണം. And you have to realize the power that God has bestowed upon the people who have faith. പൗലോസ് പറയുന്നു, എന്നെ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരിക്കുന്നു. Paul says the one who strengthens me is able enough and can provide me with everything. ദാവീദ് പറയുന്നു, ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ യഹോവയുടെ നാമത്തിൽ മതിൽ ചാടിക്കടക്കുമെന്നാണ്. David says that I would cross the wall in the name of God. അതേ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May our good God bless you today. നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കപ്പെട്ടു. If our spiritual eyes are opened, തീരുമാനവും പ്രതിഷ്ഠയുമുള്ളവരായി, if with a great decision, let us return from here. വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. May the good God bless you through this word. തലകളെ വണക്കം.